ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബീട്രൂട്ട് ദോശയാണ് കേട്ടോ. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ ചിന്തയാണ് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കും എങ്ങനെയാണ് മക്കൾസിനെ ഒന്ന് കഴിപ്പിക്കുക എന്നുള്ളത് കേട്ടോ. അങ്ങനെ തിരിച്ചോ മറിച്ചും കിഴിച്ചോ കാലിച്ചോ നോക്കിയപ്പോൾ അല്ല, യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ ഈ ബീട്രൂട്ട് ദോശ റെസിപ്പി. അങ്ങനെ ഞാനത് ട്രൈ ചെയ്ത് നോക്കി. രക്ഷ, മക്കൾസിന് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. രണ്ടുപേരും ഒരു പകുതി ദോശ കഴിച്ചിട്ട് അവിടെ വെച്ചിട്ട് പോയി. പിന്നെ അമ്മൂസ് എന്നോട് വന്ന് പറഞ്ഞു, എനിക്ക് ദോശ നല്ലോണം മൊരിച്ച് തരാണെങ്കിൽ ഒന്നും കൂടി കഴിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ മൊരിച്ച് കൊടുക്കാൻ കേട്ടോ. ലുക്കില്ല എന്നേ ഉള്ളൂ. അമ്മൂസ് ആ ഒരു ദോശ, അതായത് 1.5 ദോശ മുഴുവൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ച് പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് മാസങ്ങളായി എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് കേട്ടോ. അതായത് എൻ്റെ 27ാമത്തെ വയസ്സിൽ എനിക്കൊരു പല്ല് വന്നു കേട്ടോ. നമ്മളെ 8ാമത്തെ പല്ലെന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ഒരു പല്ല് വന്നു. ഭയങ്കര പെയിനാന്ന് വെച്ചാൽ ഒരുപാട് നാളുകളായി ഇങ്ങനെ പെയിൻ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പൊതുവെ ഒരു ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പെയിൻ കില്ലറും ആൻറ്റിബയോട്ടിക്കൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. ഞാൻ ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചിട്ടാട്ടോ കഴിച്ചത്. അങ്ങനെ കഴിച്ച് അപ്പോൾ കുറച്ച് ദിവസം ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് പെയിൻ അങ്ങനെ കുറയും, പിന്നെയും കൂടും. പിന്നെ വീട്ടിൽ കുറച്ച് റെമഡിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ നോക്കി കുറച്ച് പെയിനൊക്കെ കുറച്ച് വന്നു കേട്ടോ. പക്ഷേ ഇന്നലെ അത് നല്ല വേദനയായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ഞങ്ങൾ 4 പേരും കൂടി ഡോക്ടറെ കാണാൻ പോകുന്നതാണ്. അച്ഛനും മോനും കൂടി വേറൊരു വഴിക്ക് പോയിട്ട് അവർക്ക് എമർജൻസി ആയിട്ട് എവിടെ പോകാനുണ്ടായിരുന്നു. പിന്നെ അമ്മൂസും ഞാനും ഈ വഴിക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ പോയി ഡോക്ടറെ കണ്ടു, ഡോക്ടറോട് സംസാരിച്ചു. അപ്പോൾ ഡോക്ടർ ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് ഇംപ്ലാന്റഡ് ടീത്താണ്, വിസ്റ്റം ടീത്ത് ഉണ്ടല്ലോ, അത് നമുക്ക് സർജറി ചെയ്ത് തന്നെ നീക്കം ചെയ്യണം, അല്ലാതെ പല്ല് പറിക്കണ പോലെ പറിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞാനും ഡോക്ടറും കൂടി സംസാരിക്കുന്ന വീഡിയോസൊക്കെ അമ്മൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ, കാരണം നമ്മൾ ഡോക്ടറുടെ അനുഭവം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഡോക്ടർ കണ്ടിട്ടുണ്ട് വീഡിയോ എടുക്കുന്നതൊക്കെ, പിന്നെ പക്ഷെ മോശമാണല്ലോ അത് അനുഭവം ചോദിക്കാതെ നമ്മൾ ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ഇടുന്നതുകൊണ്ട്. ഡോക്ടറിന് അറിയില്ലല്ലോ, ചിലപ്പോൾ യൂട്യൂബിൽ ഇടാനാണെന്ന് അറിയില്ലെങ്കിലോ ഞാൻ ഇടുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയൊരു ബിരിയാണിയൊക്കെ കഴിച്ചു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ പല്ലുവേദന വെച്ച് ഞാനിങ്ങനെ ബിരിയാണി കഴിച്ചു എന്നില്ല. എനിക്ക് 1 സൈഡ് മാത്രമേ കുഴപ്പമുള്ളൂ, മറ്റേ സൈഡ് കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഫുഡ് മാത്രം എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, വേറെ എന്തും ഞാൻ കോംപ്രമൈസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെ മൂക്ക് മുട്ട അങ്ങനെ പറയുന്നതായിരിക്കും ഒന്നും കൂടി കറക്റ്റ്. അപ്പോൾ മൂക്ക് മുട്ട ഞാൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാണ് പോയത് കേട്ടോ. ഇത് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. എനിക്ക് കുറേ നാളത്തേക്ക്, ചിലപ്പോൾ 2-3 മാസത്തേക്ക് ഇനി ബിരിയാണിയൊന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ നല്ലൊരു സങ്കടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പോട്ടെ, ആ 2 മാസത്തേക്കുള്ള ബിരിയാണി എന്തായാലും ഞാൻ ഒരു ദിവസം അന്ന് കഴിച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ. ആ സന്തോഷത്തിൽ പിന്നെ ഞാനും അമ്മൂസും അപ്പൂസും കൂടി നേരെ വീട്ടിലോട്ട് പോയതല്ല കേട്ടോ. പിന്നെ അന്ന് ഞങ്ങൾക്ക് ഒരുപാട് പണിയുണ്ട്, കാരണം അമ്മൂസിന് ഡ്രോയിങ് ക്ലാസ്സും ഡാൻസ് ക്ലാസ്സും മ്യൂസിക് ക്ലാസ്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബിരിയാണി കഴിച്ച് അങ്ങോട്ട് ചെന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലോട്ട് ചെന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.